ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് വലിയൊരു വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ രാവിലെ തന്നെ ഭയങ്കര ഒരു തലവേദന അല്ല, തല ചുറ്റല് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീക്കുമ്പോ ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. രാവിലെ വന്ന് ഉണ്ടാക്കിയത് എന്താണെന്നറിയോ? ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അത് കഴിച്ചതും പിന്നെ ആകെ തല എന്തോ പോലെ ഒരു മപ്പ് പിടിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ. രാവിലെ നേരത്തെ ഷോപ്പ് തുറന്നു വെച്ചു, അതുകൊണ്ട് ആ പണി ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് നടക്കുമ്പോഴൊക്കെ ഒരു വീഴാൻ പോണ പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താന്ന് അറിഞ്ഞില്ല. പിന്നെ ഞാൻ അമ്മനെ വിളിച്ചിട്ട്, അമ്മ ഇവിടെ അടുത്തുണ്ടല്ലോ, അനിയത്തിയുടെ മോളിരുന്നിട്ട് അമ്മനെ വരാൻ പറഞ്ഞിട്ട് അമ്മ വന്നു. പിന്നെ മോള് നേരത്തെ തന്നെ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് തന്നു കേട്ടോ. അപ്പൊ അത് കുടിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ. പിന്നെ അമ്മ വന്നിട്ട് നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് കലക്കി തന്നു കേട്ടോ. പിന്നെ അത് കുടിച്ചിട്ട് അങ്ങനെ കുറേ നേരം കിടന്നു, ഒരു അരമണിക്കൂറോളം കിടന്നു. പിന്നെ എണീച്ചപ്പോ ഇത്തിരി ഒരു ഉഷാറായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ മെല്ലെ വന്ന് കറി വെക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ചോറ് ഞാൻ പിന്നെ നേരത്തെ വെച്ചു, എണീച്ചതും ജാക്സണിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്നിട്ട് അത് അങ്ങനെ വാർത്ത് വെച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം കറി വെക്കണമല്ലോ. പിന്നെ അമ്മ കുറച്ചു നേരം ഞാൻ ഉറങ്ങിയപ്പോ പിന്നെ അമ്മ അങ്ങോട്ട് അനിയത്തിയുടെ അവിടെ പോയിട്ടോ. അവിടെ രണ്ട് കുട്ടികള് തനിച്ചല്ല, അമ്മായിമ്മയുണ്ട്. എന്നാലും അവരിനെ ആരെങ്കിലും പിടിച്ചാലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ മെല്ലെ എണീച്ച് കറി വെക്കാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ വെണ്ടയ്ക്കപ്പുളിയായിരുന്നു. മോൾക്കാണെങ്കിൽ എനിക്ക് വയ്യ പറഞ്ഞപ്പോ ആകെ ടെൻഷനായിട്ടോ. വെറുതെ എന്റെ പിന്നാലെ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇത്ര നേരം. അമ്മ ശരിയായോ മാറിയോ ചോദിച്ചിട്ട് അങ്ങനെ. അപ്പൊ ഇത്തിരി വേണ്ടില്ല, അപ്പൊ തലചുറ്റില് ചെറുതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താന്നറിയില്ല, അങ്ങനെ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തലചുറ്റി വീഴാൻ പോണ പോലെ അങ്ങനെയല്ല, എന്നാലും തല ഒരു മപ്പ് പിടിക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കണേ. പിന്നെ ഞാനിത് വെണ്ടയ്ക്കപ്പുളി വെക്കണ. വെണ്ടയ്ക്കപ്പുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് വലുതായിട്ടൊന്നും വീഡിയോ എടുക്കും കുറച്ച് ദിവസം. അപ്പൊ ഞാനിതാ വെണ്ടയ്ക്ക പുളിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോഴേ ചാറ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ണമ്മ ചേച്ചി കോളിംഗ് ബെല്ല് അടിച്ചു. അപ്പൊ ഞാനൊന്ന് നോക്കിട്ട് വരാം കേട്ടോ. ഇത് കസ്റ്റമർ അല്ല കേട്ടോ, ചീട്ടുകാരനാണ്. നമ്മൾ ചീട്ടുണ്ട് അത് എഴുതി, അപ്പൊ അതാണ് അത് കൊടുത്തു വരാം. പിന്നെ ചീട്ടുകാരൻ പോയിട്ടാ. പിന്നെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കണ്ണമ്മ ചേച്ചി ഇതാ ഷോപ്പിലിരിക്കുന്നത്. അപ്പൊ ഞാൻ പോയി അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ കറിയൊക്കെ അടുപ്പിലുണ്ട്. അതൊന്ന് കുറച്ചൊരു 5 മിനിറ്റും കൂടി ആവാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ കേട്ടോ. അപ്പൊ അതാ മോള് ഇതാ അവിടെ ഇരുന്ന് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ട്. 2 ദിവസം മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ. അതിലുണ്ടോ അതിന് എന്തെങ്കിലും ഉണ്ടാ? അപ്പൊ നമ്മുടെ കറി ഇതാ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് വെന്തോന്ന് നോക്കാം. വെണ്ടയ്ക്ക നന്നായി എണ്ണയിലിട്ട് വഴറ്റില്ലേ, അങ്ങനെ വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ചെറിയുള്ളി ഇട്ടിട്ട് വഴറ്റിയ ശേഷം പുളിയും തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ തക്കാളി എല്ലാം മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ചാറ് കലക്കി വെച്ചാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ വെണ്ടയ്ക്കപ്പുളി കേട്ടോ. അപ്പൊ വെണ്ടയ്ക്ക് കുറച്ചും കൂടി വേണം. നമുക്ക് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി വെക്കാം. തീ കുറച്ച് വെക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അത് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അടുക്കള ക്ലീൻ ചെയ്താലേ പിന്നെ ഒരു സമാധാനമായിട്ട് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുക്കള ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഉമ്മർക്ക് പോയി ഇരിക്കാനും ഒന്നും തോന്നില്ല. വെള്ളം ദാഹിക്കും, ഭയങ്കര വെള്ളം ദാഹം. അപ്പോഴും നാരങ്ങ വെള്ളം ഉപ്പിട്ടതും പഞ്ചസാര ഉപ്പിട്ടിട്ടൊക്കെ കുറെ കുടിച്ചു. പിന്നെ മറ്റേ പൊടിയില്ലേ ടാങ്ക്, അത് വേറെ കലക്കി കുടിച്ചു കേട്ടോ. ഭയങ്കര ദാഹം മാറുന്നില്ല. നോർമൽ വെള്ളം കുടിക്കട്ടെ. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പൊ കസ്റ്റമർ വിളിക്കുന്നു പോട്ടെ. അത് കസ്റ്റമർ ആയിരുന്നില്ല കേട്ടോ. ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മോളെ. അപ്പൊ അത് വന്നതാണ് കേട്ടോ. അപ്പോ 2 പ്രാവശ്യം കസ്റ്റമർ ആണെന്ന് വിചാരിച്ച് ഞാൻ ചമ്മിപ്പോയി.
അപ്പൊ മോൾ എന്താന്നറിയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് കാണിക്കാനോ? ഓക്കെ, അത് ഇതാണ് കേട്ടോ സംഭവം. എന്താ എന്റെ പേര്? ലിറ്റിൽ അല്ല, നെറ്റിൽ ലീവ്സ്. നെറ്റിൽ ലീവ്സ് എന്നാണ് കേട്ടോ. അതാ, ഇതാണ് സംഭവം. ഇതൊരു ഓർഗാനിക്കിന്റെ ആണ് കേട്ടോ, ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് എന്തിനുള്ളതാണോ ഒന്ന് പറഞ്ഞു കൊടുത്ത്. എങ്ങനെ? അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പീരിയഡ്സ് ആവുമ്പോ ആ സമയത്ത് ഭയങ്കര പെയിനാണ്, ബാക്ക് പെയിനും വയറുവേനും ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതിനുള്ളതാണ്. അവൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോ ഇത് ആര് പറഞ്ഞു നിങ്ങക്ക്? ഇതെങ്ങനെ നിനക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞേ? അതല്ലേ. അപ്പൊ ധനുവിന്റെ കസിൻ പറഞ്ഞതാണ് കേട്ടോ. അവൾക്ക് എപ്പോഴും ഇങ്ങനെ പെയിൻ ഉണ്ടാവില്ല, അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. നെറ്റിൽ ലീവ്സ് എന്നാണ് ഇതിന്റെ പേര് വന്നിട്ട്. ഇത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അനു? വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അപ്പൊ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഡെയിലി കുടിക്കണം. അത് ആ സമയത്താണോ? ഡെയിലി കുടിക്കണോ? അപ്പൊ നമ്മൾ ഡെയിലി ഇത് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് മന്ത്ലി ഉണ്ടാകുന്ന ആ പെയിനൊക്കെ അതിനൊക്കെ നല്ല റിലീഫ് ഉണ്ടാകുന്ന പറയുന്നത് അല്ലേ അനു? അപ്പൊ നമുക്ക് ഇന്ന് മുതല് ചെയ്ത് നോക്കാം അല്ലെ? അപ്പൊ ഞങ്ങൾ ഇന്ന് മുതല്, ഞാനല്ലേ, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാറില്ല കേട്ടോ. അനുവിനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നീ ഇത് കറക്റ്റ് ആയി ചെയ്യണം. വാങ്ങിച്ചു പറഞ്ഞിട്ട് അങ്ങനെ 2 പ്രാവശ്യം കുടിച്ചിട്ട് അങ്ങനെ ഇടാൻ പാടില്ല കേട്ടാ. ഡെയിലി കുടിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാനിന്ന് അടുക്കളയ്ക്ക് പോട്ടെ കേട്ടോ. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. കേട്ടോ. അപ്പൊ ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്ക്. അടുക്കള ക്ലീൻ ചെയ്യാന്ന് പറയില്ലാണ്ട് ആ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അങ്ങനെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും വൃത്തിയായി തുടച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കപ്പുളി, പിന്നെ അതുപോലെ തന്നെ ഇനി പപ്പടം വറക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുളി കഴിഞ്ഞ് വന്നിട്ട് പപ്പടം വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം സെറ്റായി കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഉഷാറായി കണ്ടില്ലേ. ഞാൻ വേഗം പണിയൊക്കെ ചെയ്തല്ലോ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ അടിച്ചു വിടണം. അതും കൂടി കഴിഞ്ഞ പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം. മേല് കഴുകാം, ഉച്ചയായില്ലേ. ചൂടെടുത്തിട്ട് വയ്യ. ഉച്ചക്കുളി പിച്ചക്കുളിയാ. പിച്ചക്കുളി എന്നാണ് അനു പറയുന്നത്. ഞാൻ മേല് മാത്രമേ കഴുകുന്നുള്ളൂ. നാളെ രാവിലെ നേരത്തെ എണീച്ച് തലയൊക്കെ തേച്ച് കഴുകണം. എന്തായാലും വൈകി മേല് മാത്രം കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാൻ മേല് കഴുകിയിട്ട് വന്നു കേട്ടോ. തല കഴുകിയില്ല, മേല് മാത്രമേ കഴുകിയുള്ളൂ. അപ്പൊ ഇനി ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. സമയം ഒരുപാടായി. അപ്പൊ ദോശ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പപ്പടം വറുക്കണം. പപ്പടം വറുത്തിട്ട് പിന്നെ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആദ്യം ദോശ ഉണ്ടാക്കി കേട്ടോ. കാരണം ചേച്ചിക്ക് ഒരു 3 ദോശ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പപ്പടം വറുക്കാം. മോളിപ്പൊ ഞാൻ പറയണതിന് ഇങ്ങനെ ഒപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിനക്ക് പപ്പടം വേണം? മുട്ട വറക്കണ്ടല്ലോ ഞാൻ. പപ്പടം പോരടി. ഏതാ വേണ്ടി പറവേതാ? മുട്ടയോ? വെണ്ടയ്ക്കപ്പുളി മുട്ട വറുത്തതാണ്. ഇന്നൊരു സവാള എടുത്ത് തരിയോ? എന്തേ? ആ, മുട്ടയില്ല. അത് നമ്മൾ രാവിലെ മുട്ട ഇതുണ്ടാക്കില്ലടി ചപ്പാത്തിക്ക്. അയ്യോ, ഞാൻ മറന്നു, സോറി.
നമ്മൾ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് ഓർമ്മയില്ല? ചപ്പാത്തി മുട്ടക്കറി. മുട്ടക്കറി വേസ്റ്റ് ആയാ? അതെന്ത് വേസ്റ്റ് ആയ? ഒന്നും ഇല്ലല്ലതാ, മുട്ടക്കറി ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഞാനുണ്ട് എന്നാ വിചാരിച്ചത് കേട്ടാ. ഞാൻ 4 എടുത്ത് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട്. 4 മുട്ട ഒരെണ്ണായിട്ട് എടുത്ത് വെക്കണ്ടാവുന്നിട്ട്. ശരി, വൈകുന്നേരം മുട്ട ഇപ്പൊ കട അടച്ചിട്ടുണ്ടാവും അല്ലേ? വൈകിട്ട് ചോറല്ല, വൈകിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാ. ഇപ്പൊ ആദ്യം ഉച്ചക്ക് നോക്കാം, എന്നിട്ടല്ലേ. അങ്ങനെയൊന്നുമില്ല. ശരി, പപ്പടം പോരെ? പറ. വെണ്ടയ്ക്കപ്പുളിയും പപ്പടം വറുത്തത് നല്ല കോമ്പിനേഷൻ ആണ്. ആര് പറയും? കേശുവാ? അവരെന്ത് യൂട്യൂബ് ചാനലാ? അവര് വീഡിയോ എടുക്കുമ്പോഴാ ഉപ്പും മുളകൊക്കെ കഥ പറയാനിട്ട മോള്. കേശു ഏത്? അത് മതിയോ? ശരി, അതിന് നമുക്ക് പാന്റ് ഏതിടുന്ന? അതിന് ജീൻസും അതല്ലടി നീ പറയുന്ന സ്റ്റുഡിയോയില് മാത്രമേ ഉണ്ടാവുള്ളൂ പറയുന്നു. ഓൺലൈന് വാങ്ങിച്ചപ്പോ നിനക്ക് ബർത്ത്ഡേക്ക് കിട്ടുവോ? ചൊവ്വാഴ്ച ബർത്ത്ഡേ ആണ് കേട്ടാ. അനുവിന്റെ ബർത്ത്ഡേ ആണ് ചൊവ്വാഴ്ച, മാർച്ച് 12 കേട്ടാ. അപ്പൊ അതിന്റെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. സ്റ്റുഡിയോ പോയി എടുക്കാൻ പറ്റുമോ നമുക്ക്? സ്റ്റുഡിയോ പോവാൻ പറ്റുമോ? അച്ഛനടുത്ത് പറഞ്ഞാൽ മതി. അച്ഛൻ ഈ ആഴ്ച എവിടെയും പോവില്ല. നോക്കാം. ഈ ആഴ്ച പറഞ്ഞ നാളെ ഒരു ദിവസമല്ലേ ലീവുള്ളൂ. പറ, നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച പോരെ? തത്തമംഗലത്തുനിന്ന് അത് അവിടെ ഒരു കടയില്ലേ, ട്യൂലിപ്സ്, അവിടുന്ന് വാങ്ങിച്ചാലോ? അവിടെ ഉണ്ടാവും, നല്ല മോഡൽ ഡ്രസ് ഉണ്ട് അവിടെ. കാഷ്വൽ വെയറോ? അത് എവിടെ ഉണ്ടാവും? പറ, നീ എന്നെ പറ. നോക്കാം, അച്ഛൻ വരട്ടെ. പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ. അവള് വീഡിയോ ഓഫ് ആക്കാൻ പറയാണ് കേട്ടോ. അവള് എന്തടി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ. വീഡിയോ ഓഫ് ആക്കാൻ നിക്ക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പപ്പടം വറുക്കാം കേട്ടോ. അപ്പൊ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി നമുക്ക് പപ്പടം വറുക്കാം. അപ്പൊ ഇനി പപ്പടം കൂടി വറുത്ത് വെക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാം. അയ്യോ, എന്നെ കളിപ്പിക്കത്. അതാ, ഓക്കെ. അപ്പൊ നമ്മള് പപ്പടമൊക്കെ വറുത്തു കേട്ടോ. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാം. അനു, കഴിച്ചാലോ? കഴിക്കാം, സമയായി. പിന്നെ ഞാനും മോളും ചോറ് കഴിച്ചു. പിന്നെ കണം ചേച്ചിയുടെ ദോശയും കഴിച്ചിട്ടോ. പിന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കാണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ AC ഒക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നല്ല കോളായിട്ടിരിക്കാൻ വേണ്ടി AC റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ AC വന്നതിൻ്റെ പുതുക്കമല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും AC ഓണാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരണവരെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുതുക്കമല്ലേ, ഇപ്പോൾ ആകെ 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ AC വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്.